യോഗി ബാബു എന്ന ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും പ്രശസ്തനുമായിട്ടുള്ള ഒരു ഹാസ്യതാരം അപൂർവമായി ചില നായക കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മണ്ടേല എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. അതിനുശേഷം പിന്നീട് ഒന്ന് രണ്ട് നായക കഥാപാത്രങ്ങൾ അദ്ദേഹം പാരഞ്ജിത്തിന്റെ ബോട്ട് എന്ന സിനിമയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ മുംബൈ നായകി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നീട് ഞങ്ങളുടെ സിനിമയിലാണ് നായകനായിട്ട് വരുന്നത്. പിന്നെ 2 വർഷത്തിനിടയിലുള്ള. അപ്പോൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെ നായകനാക്കി നിറയെ സിനിമകളിൽ അദ്ദേഹം തിരക്കുള്ള കഥാപാത്രമാണെങ്കിലും നായകനായിട്ട് അവതരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ നായകനാക്കി അതിനുള്ള ഒരു അവസരം നമ്മുടെ സിനിമയ്ക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹം നായകനാകാം എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമ എടുക്കാനുള്ള ഞങ്ങളുടെ പ്രചോദനം. അതിന്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് എന്നുള്ള നിലയ്ക്കാണ് ഹരീഷേട്ടനെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് ഒരു പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു മജീഷ്യന്റെ സ്റ്റോറിയാണ്. ഒരു സാധാരണക്കാരനായ കാലഹരണപ്പെട്ട മാജിക് എന്ന് പറയുന്നതിന് കാലഹരണപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഒരു മജീഷ്യന്റെ ഒരു കഥാപാത്രമാണ് യോഗി ബാബു ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ അയാൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിനെ മറികടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സിനിമയുടെ കഥാതന്തു. അപ്പോൾ യോഗി ബാബു എന്ന ആ വ്യക്തി ഏറ്റവും തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സമയപരിമിതി അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാലും വരാൻ ശ്രമിക്കും എന്നുള്ളൊരു വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏത് സമയവും ഇന്നല്ല മറ്റേത് ദിവസങ്ങളിലും അദ്ദേഹം അപ്രതീക്ഷിതമായി വന്നേക്കാനുള്ള സാഹചര്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടില് റിലീസാവുന്നത് പോലെ തന്നെ അതേ ഡേറ്റ് തന്നെ മെയ് 16 കേരളത്തിലും റിലീസാവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ തികഞ്ഞ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. ഈ ജോഡ കയ്യെ തട്ടുങ്ക എന്ന ഒരു സിനിമയിലേക്ക് വിനീഷിനെ വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും വിനീഷ് ഡയറക്റ്റ് അല്ല ആദ്യം വിളിക്കുന്നത്. അങ്ങനെ ഒരു കമേഴ്ഷ്യൽ രീതിയിൽ തന്നെയാണ് അതിന്റെ കോള് വരുന്നത്, എന്റെ മാനേജർ അടുത്ത് വരുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പിന്നീട് അത് വിനീഷുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കായി മാറുകയായിരുന്നു. അപ്പോഴാണ് വലിയ സന്തോഷം തോന്നിയത്. ഞാൻ നാടകം കളിച്ച് വളർന്നതിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നുള്ള ഒരു സംവിധായകൻ, അയാളൊരു തമിഴ് സിനിമ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ആളാണ്. അയാൾ വീണ്ടും ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്യുന്നു, അതും യോഗിയെ വെച്ച് ചെയ്യുന്നു. അപ്പൊ അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാൻ വിളിക്കുന്നു. അപ്പൊ നമുക്കൊരു വല്ലാത്ത സ്നേഹമുണ്ട്. നമ്മൾ നിറയെ തമിഴ് സിനിമയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടുകാരനായ ഒരാള് നമ്മളെ ഒരു തമിഴ് സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമാണ്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, മലയാളിയാണ്. അപ്പൊ അതൊക്കെ ഒരു വലിയ രസമായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ. പിന്നെ യോഗി ബാബു, ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഞാൻ പറയുന്നത് നമ്മുടെ ആണ്ടവൻ കെട്ടിലെ എന്ന് പറയുന്ന വിജയ് സേതുപതിയോടൊപ്പമുള്ള ആ സിനിമയാണെങ്കിൽ തമിഴൊരു ബ്രേക്ക് എന്ന സിനിമ. ആ സിനിമയില് 2ാമത്തെ നായകനായിട്ട് അഭിനയിച്ച ആളായിരുന്നു യോഗി ബാബു. അന്ന് മുതലേയുള്ള ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിറയെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു 10ഓളം സിനിമകൾ അല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം യോഗിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഉള്ള ഒരു നല്ല ബന്ധമാണ്. അപ്പൊ അത് ഈ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേരം ദിവസങ്ങൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റിയുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതാണ്ട് സിനിമ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ മെയ് 16 ചെന്നൈയിലെ 3 പടങ്ങളാണ് തമിഴ്നാട്ടിൽ റിലീസ്. ഒന്ന് സൂര്യയുടെ പടം, ഒന്ന് സന്താനത്തിന്റെ പടം, ഒന്ന് യോഗിയുടെ പടം. ഇവർ 3 പേരും തമിഴ് സിനിമയിലെ കൊമേഡിയന്മാരായിരുന്ന ആളുകളാണ്. അവർ 3 പേരും നായകന്മാരായിട്ട് വരുന്ന പടം അവിചാരിതമായിട്ട് ഒരേ ദിവസം റിലീസാവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിന്റെയും കൂടെ ഒരു ഭംഗി ഉണ്ട്. ഇവരൊക്കെ തമ്മിൽ ആരോഗ്യപരമായ മത്സരം എന്ന് വേണം നമുക്ക് അതിനെ പറയാം. എല്ലാവരും നല്ല ബന്ധത്തിലുള്ള ആളുകളാണ്. അപ്പൊ അതിന് വിനീഷിനെ സംബന്ധിച്ചോളം ആ വിനീഷിന്റെ ആ പേര് ചെന്നൈയിൽ എല്ലാവരും നോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ് ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട്. അതൊക്കെയാണ് സിനിമയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നത്. ഇവര് ചെന്നൈയിൽ എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. 2 ദിവസം മുന്നേ ആയിരുന്നു ചെന്നൈയിലെ പരിപാടി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു.
അപ്പം അന്ന് മറ്റൊരു ഷൂട്ട് കാരണം എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതിൻ്റെ സന്തോഷം സ്വീകരിക്കുന്നു. എൻ്റെ പേര് ശാന്തി റാവ്. സർ പറഞ്ഞ പോലെ 2 days മുമ്പ് ചെന്നൈയിലെ തമിഴ് ഫിലിം ജോറാ കൈത്തട്ടൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. I don't think I ever dreamt ki ee film Malayalam release aavum, and I think ipo idu ende Malayalam debut avan povunda, so it's become a big thing for me. Venish sir, thank you so much for this, and Zakir sir, thank you so much. I'm really looking forward because ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിന്റെ മുമ്പ് പറഞ്ഞു ki Kerala is second home for me, and എനിക്ക് ഒരുപാട് ഒരു ഡ്രീം ഉണ്ടായിരുന്നു ki I have to work in Malayalam cinema. ഈ രീതിയിൽ ഞാൻ ഇത്ര പെട്ടെന്ന് I'll come into this, I never thought, so I'm very excited. Thank you to my team and to my co-actors. That to Yogi Babu sir kude എല്ലാവർക്കും അറിയാം that he's one of the finest actors in the country right now, and Yogi Babu ji kude opposite I'll be working. I didn't think about it. At the same time, நிறைய actors ഉണ്ട്. Sir, I didn't get to share screen space with you, but looking forward, sir. ഇങ്ങനെ I didn't think that you will be introducing me, so thank you so much for this. So yeah, I'm very excited. Definitely എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ki മൂവി റിലീസ് ആയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും എല്ലാവരും വന്നിട്ട് we'll meet you all and we'll talk more about it. Thank you so much. ഒരു ആരാധന അതിൽ കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറിഞ്ഞിങ്ങനെ പോകുന്നത്, അവർ തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറുന്നതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷെ മലയാളത്തിന്റെ നമ്മളിപ്പോ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല. ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങൾ. ഭരതൻ സാറിന്റെ സൂര്യയെ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുന്നത്, വളരെ ആരാധനയോടെ. കാരണം അത് സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ അത് ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ നായിക നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ ഇപ്പൊ, ഇല്ല. അതേപോലെ ഒരുപാട് നടന്മാരുടെ ഒക്കെ ഇപ്പൊ സുകുമാരി ചേച്ചിയെ പോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അവരാണ് ദേശീയ അവാർഡ് വാങ്ങിയത്. അരപ്പട്ട കെട്ടിയത് മാളുവമ്മ. അത്തരം കഥാപാത്രങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് എപ്പോഴും ഉണ്ട്. ആക്ടേഴ്സിനൊന്നും ഒരു പഞ്ഞുമില്ലയോ? കുറിച്ച് എനിക്കറിയില്ല. ആ പ്രത്യേക വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതാണോ ശരി, അതല്ലാത്തതാണോ ശരി ഒന്നും നമുക്കറിയാം. എനിക്ക് പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം ചോദിച്ചതുപോലെ അവര് തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ, അവിടെ കോംപ്രമൈസ് ആവാത്തത് കൊണ്ട് ഒന്നും പറഞ്ഞാണോ, എന്താണ് ആ വിഷയം എന്ന് എനിക്കറിയില്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം നമുക്ക് ലിസ്റ്റിനോടൊന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കാണണം, രണ്ട് നമ്പർ ഞാൻ തരാം, ഒന്ന് വിളിച്ചു. എന്നാലും നമ്മൾ പ്രാക്ടിക്കലി അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന അങ്ങനെ സീരിയസ് എലമെന്റ്സ് കൈകാര്യം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ടേല എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ കർണൻ എന്ന സിനിമയിൽ, മാരി സെൽവരാജന്റെ സിനിമയിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കാണുമ്പോൾ മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഹാസ്യതാരങ്ങളിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത്. അതൊരു പക്ഷേ വടിവേലു എന്ന് പറയുന്ന അതുല്യ നടൻ ഈ മാമൻ എന്ന സിനിമയിലൂടെ മറ്റൊരു തലത്തിലോട്ട് മാറിയെങ്കിലും അത് ഒരുപാട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു പക്ഷേ 3-ാം ഘട്ടമോ 4-ാം ഘട്ടമോ, അതായത് അവസാന ഘട്ടത്തിന്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ യോഗി ബാബു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വന്ന് 3-4 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാൻ അവസരം കിട്ടുകയും അതോടൊപ്പം തന്നെ കൃത്യമായ കോമഡി ട്രാക്കിൽ മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മുഖ്യധാര രജനീകാന്ത് അടക്കമുള്ള, സൂര്യ അടക്കമുള്ള, അങ്ങനെ വിജയ് അടക്കമുള്ള സിനിമാ താരങ്ങളും കൂടെ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗവും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിലോട്ട് അദ്ദേഹത്തിന് കാശ് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിന് ആ കഥാപാത്രം അദ്ദേഹത്തിൽ ഭദ്രമായിരിക്കും.